10 മാസം വയറ്റിൽ ചുമന്നതിൻ്റെയും നൊന്തു പ്രസവിച്ചതിൻ്റെയൊക്കെ കഥ അമ്മ പറയുമ്പോൾ ഒരു ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഹോമിച്ച് അച്ഛൻ്റെ കഥ ആരും പറയാറില്ല. അതെ, ഞാൻ പറഞ്ഞ കാര്യത്തിന് വല്ല തീരുമാനമായോ? മോനെ, ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ശരിയാക്കില്ല. എനിക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം. എല്ലായിടത്തും ഉണ്ട് അപ്പന്മാർ. ഇതൊരു മാതിരി. എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. പെറ്റ വയറിനെ അതിൻ്റെ ദണ്ണം മനസ്സിലാകത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അവൻ ഒത്തിരി ആഗ്രഹിച്ചതാ. അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങ് യൂറോപ്പിലെത്തി. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. അതിനൊക്കെ ഒത്തിരി പൈസ ചെലവില്ലേ? പിന്നെ പൈസ ഇല്ലാതെ പറ്റുമോ? അതൊക്കെ അപ്പന്മാരുടെ കടമയാ. അമ്മേ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. അപ്പനോട് പറ മോനെ. എന്നാ പറയാനാ, ആവശ്യം എൻ്റേതായി പോയില്ലേ. എവിടെന്നെങ്കിലും പൈസ കിട്ടുമോ നോക്കട്ടെ. അവൻ പോയാൽ നമ്മളും രക്ഷപ്പെടൂലേ? നമുക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. അതിനിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഈ വീടിൻ്റെ കടം പോലും ഇതുവരെ തീർന്നിട്ടില്ല. അതൊക്കെ വീടൂന്നേ. അതിനല്ലേ അവൻ പുറത്തേക്ക് പോകുന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ. ഈ ലോണൊക്കെ കൂടി ഇങ്ങനെ എടുത്തു കൂട്ടിയാ. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്ക്. നാളെ തന്നെ പോയിട്ട് ആ ലോണിൻ്റെ കാര്യം ഒന്ന് ശരിയാക്ക്. ഹലോ, എന്താ പണിയായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സജിയോ ഓരോന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്ന് പോയതാ. നിങ്ങൾക്കിനി നല്ല കാലമല്ലേ? ചെറുക്കനക്കരയ്ക്ക് പോയില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അവൻ എന്നോടൊന്നും പറയാതെ പോയത്. അതെന്ത് പറ്റി? ഇത്രയും പൈസ മുടക്കി പോണ്ടെന്ന് ഞാൻ പറഞ്ഞു. നാട്ടിലെന്തെങ്കിലും നോക്കിയാൽ പോരെ. വാശി. മക്കൾ വളർന്നാൽ അങ്ങനെയാ മണിച്ചേട്ടാ. 10 മാസം വയറ്റിൽ ചുമന്നതിൻ്റെയും നൊന്തു പ്രസവിച്ചതിൻ്റെയൊക്കെ കഥ അമ്മ പറയുമ്പോൾ ഒരു ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഹോമിച്ച് അച്ഛൻ്റെ കഥ ആരും പറയാറില്ല. ഈ ലോകം അങ്ങനെയാന്നേ. അത് ശരിയാ. മുണ്ട് മുറുക്കി കൊടുത്ത് മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവസാനം അപ്പൻ്റെ വില അവൻ അറിയണമെങ്കിൽ അവനും അപ്പനാകണം. എന്നാൽ പിന്നെ മണിച്ചേട്ടാ, ഞാൻ പോവാ. എടാ, നിൻ്റെ കയ്യിൽ പൈസ വല്ലതുണ്ടോ? എന്നതാ അത്യാവശ്യം? അത് പിന്നെ ലോൺ അടയ്ക്കാനാ. കുറേ അടവ് മുടങ്ങി. ഒരു 2000 രൂപ കാണുള്ളൂ എൻ്റെ കയ്യിൽ. അതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ദൈവമേ, എവിടെ നിന്നാ കുറച്ച് പൈസ ഒപ്പിക്കുക? എന്താ മണി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഞാൻ കണ്ടില്ലായിരുന്നു സാറേ. നിങ്ങളെന്താ ലോൺ അടയ്ക്കാത്ത? സാറേ, ഞാൻ അടച്ചോളാം. ഒരു 2 ലക്ഷം രൂപ ഇപ്പോൾ അത്യാവശ്യമായിട്ട് അടച്ചില്ലെങ്കിൽ ജപ്തിയാവും. എനിക്കറിയില്ല സാറേ എന്ത് ചെയ്യണം. മണിക്ക് എന്താ പറ്റിയത്?
ലോണൊക്കെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണല്ലോ. അത് പിന്നെ മോന് പോകാൻ വേണ്ടി കുറച്ച് പൈസ തിരിമറി ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാ. എന്നാൽ അവനോട് അടയ്ക്കാൻ പറ. ഇല്ല സാറേ, അവൻ പോയിട്ടില്ല, ബോംബെയിലാണ്. അടുത്ത ആഴ്ചയെ പോകും. വേറെ എന്താ ഒരു വഴി? ഒരാഴ്ച അവധി തരാൻ എനിക്ക് പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അടയ്ക്കാം സാറേ. എത്രയും വേഗം അടയ്ക്കാൻ നോക്ക് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ആകെയുള്ള സമ്പാദ്യമാണ് നമ്മുടെ ഈ വീടും പറമ്പും. അതുകൂടി പോവാന്ന് വെച്ചാ നമ്മുടെ മോനല്ലേ ഇത്? എന്നെ പറ്റിയടാ കുഞ്ഞ നിനക്ക്? ഇതെന്നെ പറ്റിയേ? എന്ത് കോലാടാ ഇത്? ഒന്നുമില്ല അമ്മ, ഏജന്റ് ചതിച്ചതാപ്പാ. അപ്പം പറയുന്നത് കേട്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഗതി വരില്ലായിരുന്നു. ക്ഷമിക്കണപ്പാ. സാരമില്ല മോനെ, വിഷമിക്കണ്ട. അപ്പനെൻ്റെ കൂടെ കേട്ടോ. അപ്പ എന്നോട് ക്ഷമിക്കപ്പ. നമ്മളിനി എന്ത് ചെയ്യും? പാലായിൽ നിന്ന് മലബാറിൽ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ചങ്കുറപ്പല്ലാതെ. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി ഉണ്ടാക്കിയ ഇതെല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, ഇതും കടന്നു പോകും. അപ്പനുണ്ട് കൂടെ. മോൻ വാ, വല്ലതും കഴിക്കാം. വാടാ. you.